വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബഡ് ദ ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശ്രീഷൻ്റെ ഓഫീസ് റൂമിലെത്തി നാൻസിങ് പ്രതീക്ഷിക്കാതെ അവിടെ കസേരയിൽ നിന്ന് ഒരു കൈ പൊങ്ങി വന്നത് കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട്. ശ്രീഷനാണതെന്ന് മനസ്സിലായപ്പോൾ അവൾ ആശ്വാസത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ അന്നത്തെ ഷെഡ്യൂളിനെ കുറിച്ച് പറയുന്നു. അവൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബോസ് പെൻ കോൺഗ്രസ് കഴിഞ്ഞ് ഇതുവരെ വീട്ടിലേക്ക് പോയില്ല എന്ന് അവൾ ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ അന്നത്തെ ഷെഡ്യൂളിൽ എയുമായി എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗ് മാത്രം അറ്റൻഡ് ചെയ്യാം, ബാക്കിയുള്ള ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തേക്കാൻ അവൻ പറയുന്നു. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ബോസിൻ്റെ ഫ്രണ്ടും എയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നാൻസിങ് ചോദിക്കുന്നു. അവൻ്റെ ഫ്രണ്ടിനാണ് എ ഇഷ്ടം എന്നാണല്ലോ അവളോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. എൻ്റെ ഇരിപ്പ് കണ്ടാൽ നിനക്ക് മനസ്സിലാക്കില്ലേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞ സീഷൻ അവളെ പറഞ്ഞയക്കുന്നു. പറഞ്ഞതുപോലെ എയ്ക്കൊപ്പമുള്ള മീറ്റിംഗ് അവൻ അറ്റൻഡ് ചെയ്തെങ്കിലും മീറ്റിങ്ങിൽ പറഞ്ഞതൊന്നും അവൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല. ഇടയ്ക്ക് വെച്ച് മറ്റുള്ളവർ ഇരിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാണ് ഇത് സക്സസ് ആവില്ല എന്ന് നീ പറഞ്ഞത്, എനിക്കതിൻ്റെ കാരണം അറിയണമെന്ന് അവൻ ചോദിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൾ പറഞ്ഞെങ്കിലും അവനത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവസാനം മീറ്റിംഗ് പിരിച്ചുവിട്ട് ഓഫീസിലേക്ക് പോകുന്നു. സീഷനും പുറകെ ചെല്ലുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചത് ശരിയായില്ല എന്നെനിക്കറിയാം, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അഭിനയിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് സീഷൻ അവളോട് പറയുന്നു. നീ ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്, വീട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ കമ്പനിയുടെ ഡ്രൈവറോട് പറയാം എന്നവൾ പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം, എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി എന്നവൻ പറയുന്നു. നിനക്ക് പോകാൻ വയ്യെങ്കിൽ ഞാൻ പോകാം, നിന്റെ ഈ മൂഡ് മാറിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വരുന്നുള്ളൂ എന്നവൾ പറയുന്നു. പക്ഷെ അത് സമ്മതിക്കാതെ അവൻ അവളെ തടഞ്ഞപ്പോൾ നീ ഇന്നത്തെ പോലെ നമ്മുടെ സ്റ്റാഫിനെ വിളിച്ച് എന്നോട് പെരുമാറുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നു. നീ എൻ്റെ കൂടെ ജോലി ചെയ്യണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്യണമെന്നാണോ നീ പറയുന്നത്, എനിക്കതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. നാൻസിങ്ങും മറ്റും ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളുടെയും ഫയൽ ഓഫീസിലേക്ക് ഉടനെ എത്തിക്കാൻ ഞാൻ അവരോട് പറയുന്നു. വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിട്ട് നാൻസിങ്ങിനോട് കൂടെ വരാൻ പറഞ്ഞ് അവൾ ഓഫീസിലേക്ക് പോകുന്നു. അവളുടെ നോവലുമായി ബന്ധപ്പെട്ട് ഷാവോദിയോട് എന്ത് സംസാരിക്കാനുണ്ട്, അവൻ്റെ കോൺടാക്ട് നമ്പർ ഇല്ലാത്തത് കൊണ്ട് അവനോട് ഇവിടെ വരെ അത്യാവശ്യമായി വരാൻ പറയണമെന്ന് അവൾ അറിയിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞെങ്കിലും നാൻസിങ്ങിന് എന്ത് ചോദിക്കണമെന്ന് കരുതി കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ല. ചോദിക്കാതെ തന്നെ അവൾ തിരികെ പോകുന്നു. തിരികെ സീറ്റിലെത്തിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അവൾ ഷാവോദിയെ വിളിക്കുന്നു. അവൻ ലാപ്ടോപ്പിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നാൻസിങ് റെസിഡൻറ്റ് ബാഗിൽ നിന്ന് വിളിക്കുകയാണെന്നാണ് ആദ്യം പറഞ്ഞത്. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കാൻ തുടങ്ങുന്നു. തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇന്നിപ്പോഴല്ലേ നീ എന്നെ വിളിക്കുന്നത്, ഞാൻ കുറച്ചെങ്കിലും പരിഭവം കാണിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ബോസും മിസ്സയും തമ്മിൽ അത്ര നല്ല മൂഡിലല്ല, അവർ തമ്മിൽ വഴക്കിട്ടതാണ് തോന്നുന്നത്, അതുകൊണ്ട് രാവിലെ മുതൽ ഇതുവരെ ഫ്രീ ടൈം കിട്ടിയില്ല. മിസ്സേ നിന്നെ തനിച്ചൊന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നാളെ രാവിലെ നിനക്ക് സമയമുണ്ടാകുമോ, സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തോ സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത്, എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിക്കണോ എന്ന് നാൻസിങ് അവനോട് ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നാളെ നേരിട്ട് സംസാരിച്ചോളാം എന്നവൻ പറയുന്നു. ഇന്നുച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നിനക്കൊപ്പം വരാൻ എനിക്ക് ടൈം ഉണ്ടാകില്ല, ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈകിട്ട് നീ വരുമ്പോൾ നിനക്ക് സർപ്രൈസ് തരാനാണ് എന്നവൻ പറയുന്നു. ഓഫീസിൽ നിന്ന് വിളിക്കാൻ വരുമോ എന്നവൾ ചോദിച്ചപ്പോൾ നോക്കട്ടെ, നല്ല തിരക്കിലാണ്, എന്നാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ അവൻ ജാടായിട്ട് പറയുന്നു. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നാൻസിങ് പറഞ്ഞപ്പോൾ വരാൻ നോക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴും അവൻ തരാൻ പോകുന്ന സർപ്രൈസ് എന്തായിരിക്കുമെന്ന ത്രില്ലായിരുന്നു അവൾ. വൈകിട്ട് അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോഴേ അവൻ കൈ ഉയർത്തി കാണിക്കുന്നു. നാൻസിങ് സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ കടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കൈ മാറ്റുന്നുണ്ട്. അവൾ മുന്നോട്ടഞ്ഞ് വീഴേണ്ടതായിരുന്നു. അവൾ പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നാൻസിങ് അവൻ്റെ പോക്കറ്റിൽ കയറ്റി സർപ്രൈസ് എന്താണെന്ന് അറിയാൻ സെർച്ച് നടത്തുന്നുണ്ട്. ഒന്നും കയ്യിൽ തടയാത്തതിനാൽ എൻ്റെ സർപ്രൈസ് എവിടെയാണെന്ന് അവൾ ചോദിക്കുന്നു. അവൻ ഫോൺ എടുത്ത് അതിൽ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അവൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ സ്വന്തമായി ഫോട്ടോഷോപ്പ് ചെയ്തുണ്ടാക്കിയതാണ്, ഇതുപയോഗിച്ച് എനിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും, ID രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അപ്പോൾ എനിക്ക് കോളേജ് എൻട്രൻസ് എഴുതാം, എൻ്റെ ബുദ്ധിയും കഴിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏത് കോളേജിൽ വേണമെങ്കിലും സുഖമായി അഡ്മിഷൻ കിട്ടും. പിന്നെ നീ നോക്കിയോ, നിനക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നല്ലേ സ്വപ്നം, ഞാനും അവിടെ ജോലിക്ക് കയറും, പിന്നെ 3-4 വർഷത്തിനുള്ളിൽ സീഷനെയും മേയും ഒക്കെ ചവിട്ടി പുറത്താക്കി ഞാൻ കമ്പനി സ്വന്തമാക്കും, അതോടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നൊക്കെ തൻ്റെ മനോഹരമായ ഫ്യൂച്ചർ പ്ലാൻ അവൻ അവളോട് പറയുന്നു. സർപ്രൈസ് കണ്ടപ്പോഴും ഞെട്ടി നിൽക്കുകയായിരുന്നു നാൻസിങ്. അവൻ്റെ പ്ലാൻ കൂടി കേട്ടപ്പോഴുള്ള അവസ്ഥ പറയണ്ടല്ലോ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് നീ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്, ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം, കോളേജ് പ്രൊഫസർ ജോലി എനിക്ക് ചേരും എന്നാണ് തോന്നുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാം, എന്തായാലും നിന്നെ ഞാൻ തനിച്ച് കഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നവൻ പറയുന്നു. അവന് തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവളെ ഇമ്പ്രസ് ചെയ്യിച്ചെങ്കിലും ഇങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഇല്ലീഗലാണ്, അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വാങ്ങി അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ടതായിരുന്നു എന്നവൻ വിഷമത്തോടെ പറഞ്ഞപ്പോൾ സാരമില്ല, നിനക്ക് ഇതിനൊന്നും ആവശ്യമില്ല, നമ്മുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൾ പഠിച്ച സ്കൂളിലേക്കാണ് അവൾ അവനെയും കൊണ്ട് പോയത്. പണ്ട് അവിടെ പഠിച്ചിരുന്ന സമയത്ത് ലവേഴ്സ് പതിവായി മീറ്റ് ചെയ്യുന്നൊരു കുളം അവിടെ ഉണ്ടായിരുന്നു. ആരെങ്കിലുമായി പ്രണയത്തിലാവുമെന്ന പ്രതീക്ഷയിൽ നാൻസിങ് ഇടയ്ക്കിടെ അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു.
പക്ഷെ പഠനം കഴിയുന്നവരെ ഒരിക്കൽ പോലും അത് നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു ലവറെ കിട്ടിയപ്പോൾ കുറച്ച് സമയം അവനപ്പോൾ അവിടെ ചിലവഴിക്കണമെന്ന് തോന്നിയതിനാൽ അവനെ അത് കാണിച്ചു കൊടുക്കാനേ വന്നതാണ്. പക്ഷേ കുളമൊക്കെ എന്നെ നികത്തിയിരുന്നു. അതറിഞ്ഞപ്പോൾ അവൾ കുറച്ച് നിരാശയാകുന്നുണ്ട്. നീ പഠിച്ച ക്ലാസ് റൂമിലേക്ക് പോകാം എന്നവൻ പറഞ്ഞപ്പോൾ അവളത് സംബന്ധിച്ച് അവനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഡോർ ലോക്ക് ചെയ്തിട്ടില്ലാത്തതിനാൽ അവർ അകത്ത് കയറി അവളിരുന്ന ബെഞ്ചിൽ കുറച്ച് സമയം ഇരിക്കുന്നുണ്ട്. നൊസ്റ്റാൾജി അടിച്ച് ഓരോന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഒരു പയ്യൻ എല്ലാ ദിവസവും ബോർഡിൽ ടോപ്പിക് എഴുതുന്ന കൂട്ടത്തിൽ യു എന്ന അക്ഷരവും പതിവായി എഴുതുമായിരുന്നു. ക്ലാസ് കഴിയുന്ന ദിവസമാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ഒരു പെൺകുട്ടി അവൻ ഇഷ്ടമായിരുന്നു. ക്ലാസ് കഴിയുന്ന ദിവസമാണ് അവൻ ആ കാര്യം തുറന്നു പറഞ്ഞത്. എന്തായാലും അതിനുശേഷം അവർ ഒരുമിക്കുകയും ചെയ്തു എന്നവൾ അവനോട് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി ബോർഡിൽ അവളുടെ പേരെഴുതി അതിന് ചുറ്റും ഒരു ഹാർട്ട് വരയ്ക്കുന്നു. നാൻസി അത് കണ്ട് എഴുന്നേറ്റ് ചെന്ന് ഹാർട്ട് വാങ്ങിച്ചു കളഞ്ഞിട്ട് അവൻ്റെ പേര് കൂടി എഴുതി രണ്ടും കൂടി ഹാർട്ടിനുള്ളിലാക്കുന്നു. റൊമാൻസ് ഹയ്യാൻ നിൽക്കുന്ന ആ സമയത്ത് അവൻ അവളെ കിസ് ചെയ്യാനായി മുന്നോട്ട് അഞ്ഞതാണ്. പക്ഷേ ഇത്തവണയും കൃത്യമായ സമയത്ത് ആരെ വന്ന് ഡോർ തുറക്കുന്നതിനാൽ മുമ്പത്തെ പോലെ ജസ്റ്റ് മിസ്സായി പോകുന്നു. മുറിയിൽ വെളിച്ചം കണ്ട സെക്യൂരിറ്റി ആരാണെന്ന് അറിയാൻ വന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോഴേക്കും ഷാവതി അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അടുത്ത ദിവസം രാവിലെ ഓഫീസിലേക്ക് രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. ഓഫീസിന് അടുത്തെത്തുന്നവരെ കൈകൾ കോർത്ത് പിടിച്ചിരിക്കുകയാണെങ്കിലും ഓഫീസിന് മുന്നിലെത്താറായപ്പോൾ നാൻസി പതുക്കെ കൈ വിടുന്നുണ്ട്. മിസ് എത്താൻ കുറച്ച് സമയം കൂടി കഴിയും, അതുകൊണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ അകത്തേക്ക് കയറി വന്നാൽ മതി എന്ന് അവൾ പറയുന്നു. ഒരുമിച്ച് ചെന്നാൽ ആരെങ്കിലും സംശയിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നവനും അറിയാവുന്നത് കൊണ്ട് അവനത് സമ്മതിക്കുന്നു. പോകുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടി അവനെ ഹഗ് ചെയ്തിട്ടാണ് പോയത്. സമയം കളയാൻ പുറത്ത് ചുറ്റിത്തിരുന്നിടയിൽ ഒരു ബേക്കറിയിൽ ക്യൂട്ടായ ഒരു കേക്ക് കണ്ട് അവനത് വാങ്ങുന്നുണ്ട്. അതും കയ്യിൽ പിടിച്ചാണ് അവൻ അവളുടെ ഓഫീസിലേക്ക് ചെന്നത്. അവളെ കണ്ടെങ്കിലും ഒന്ന് ചിരിച്ചതല്ലാതെ അടുത്തേക്ക് പോകാതെ അവൻ നേരെ എയുടെ റൂമിലേക്ക് പോകുന്നു. പാക്കറ്റ് കൊണ്ട് ഏതിലേക്ക് നോക്കിയപ്പോൾ ഇത് വേറെ ആൾക്കാണ് എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് മാറ്റി വയ്ക്കുന്നു. അവരുടെ നോവലിൻ്റെ കോൺട്രാക്റ്റിനെ കുറിച്ചായിരുന്നു എക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. അന്ന് പെൻ കോൺഗ്രസിൽ പങ്കെടുത്ത പുതിയ എഴുത്തുകാരെ നീയും കണ്ടതാണല്ലോ. കൂട്ടത്തിൽ ആകെ പാർട്ട്ണർ ഉള്ളത് നാൻസിങ്ങിന് മാത്രമാണ്. അവളുടെ കഴിവ് വെച്ചിട്ട് നോക്കുമ്പോൾ അവൾക്ക് മറ്റുള്ള സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവൾ നിന്നെ പാർട്ട്ണറായി ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഭാവിയിൽ നിങ്ങളുടെ ലാഭത്തെക്കുറിച്ചും അതിൻ്റെ വിധത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് ഞാൻ അറിയിക്കുന്നു. നാൻസിങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാകുന്നതിനാൽ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായി ഞാൻ അവളെ ചീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ പറയുന്ന പോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുന്നു. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് നിസ്സാരമായ ഒരു ഡോക്യുമെൻ്ററി കമ്പാരിസൺ നടത്തി നിന്നെ ചവിട്ടി പുറത്താക്കാവുന്നേ ഉള്ളൂ. നാൻസിങ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എഴുതിയ ഒരു നോവൽ എൻ്റെ കയ്യിലുണ്ട്. അതും ഇപ്പോൾ ഉള്ളതുമായി കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ സംഭാവന അത്ര വലുതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാൻസിങ് മുമ്പ് എഴുതിയ ഫാൻ ഫിക്ഷൻ നോവൽ അവനെ കാണിക്കുന്നു. ഈ കഥയിൽ നീ ഒരു വില്ലനാണെന്നും അവൾ പറയുന്നുണ്ട്. ഷാവതി അവിടെ നിന്നത് വായിക്കുന്നു. അതിൽ അവൾ എഴുതിയിരുന്ന ഷാവതി എന്ന ക്യാരക്ടറാണ് താൻ എന്ന് അവന് മനസ്സിലാകുന്നു. മുമ്പൊരിക്കൽ ഇങ്ങനെ ഒരു നോവൽ എഴുതിയ കാര്യം അവൾ പറഞ്ഞപ്പോൾ അത് തന്നെ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഒഴിഞ്ഞു മാറിയത് അവൻ ഓർക്കുന്നു. ശരിക്കും ഷോക്കായാണ് അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അവൻ എന്താണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് ഏയ്ക്കൊരു പിടിക്ക് കിട്ടുന്നില്ല. പുറത്തിറങ്ങി അവൻ നാൻസിനെ ഒന്ന് നോക്കാൻ പോലും മറന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അവൻ്റെ പോക്കണ്ട് അവൾ പുറകെ ഓടിച്ചിരുന്നു. പക്ഷെ അവൾ ചെന്നപ്പോഴേക്കും അവൻ ലിഫ്റ്റിൽ കയറി പോയിരുന്നു. ഇവനത് എന്ത് പറ്റിയെന്നറിയാതെ അവൾ പുറകിൽ ചെന്ന് അവനെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് പറ്റി മിസ്സേ എന്താണ് പറഞ്ഞത്, നമ്മുടെ നോവലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നു. ഞാൻ ശരിക്കും ആരാണെന്നാണ് അവൻ പക്ഷെ ചോദിച്ചത്. നീ എന്നെ സമൺ ചെയ്ത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിനക്കെന്നെ അറിയാമായിരുന്നു അല്ലേ? നീ എഴുതിയ നോവലിലെ വില്ലനാണ് ഞാൻ, അല്ലാതെ ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നതല്ല. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് നീ എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. നിന്നോട് പറയണമെന്ന് ഞാൻ കരുതിയതാണ്, പക്ഷെ ആദ്യം നിന്നെ കണ്ടപ്പോൾ ഞാൻ എഴുതിയതുപോലെ ദുഷ്ടനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് പേടിച്ചാണ് പറയാതിരുന്നത്. പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നേ പോയി എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല, ഞാൻ ആകെ അസ്വസ്ഥനാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. അവൾ പുറകെ ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവൻ ആ കൈ തട്ടി മാറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് നിന്നെ നോക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന കവർ അവളുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. നാൻസിങ് ആകെ വിഷമത്തിലാക്കുന്നു. ഓഫീസിൽ തിരികെ എത്തിയ അവൾ ഒരു മൂലയ്ക്ക് മാറി തനിച്ചിരുന്ന് കരയുന്നു. അവൻ കയ്യിൽ പിടിപ്പിച്ച പാക്കറ്റിലെ കേക്ക് കണ്ടപ്പോൾ അവളുടെ കരച്ചിൽ ഒന്നുകൂടി കൂടുന്നു. നിന്നോട് കള്ളം പറയണമെന്ന് ഞാൻ കരുതിയതല്ല എന്നവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയച്ചത്. കണ്ണൊക്കെ തുറച്ചിട്ട് അവൾ എഴുന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഷാവതി അവൾ മുമ്പെഴുതിയ നോവൽ കാണിച്ച വിവരം അവളെ അറിയിക്കുന്നു. അവൻ വളരെ സ്മാർട്ടായതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്കിടയിൽ പ്രോഫിറ്റിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അവൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അധികമായി ഇടപെട്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നു. അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങൾ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. സത്യത്തിൽ മാഡത്തിൻ്റെ കാര്യത്തിലും ഞാൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ബോസ് എന്നോട് പലതും ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ നിൻ്റെയും സീഷൻ്റെയും പ്രവർത്തികളിൽ നിന്ന് അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ചതാണ്. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ ശരിയാക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്നു. റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ നാൻസിങ് ശരിക്കും നീട്ടുന്നു. മാഡം പോയി കഴിഞ്ഞാൽ കമ്പനി ആരും നോക്കുമെന്ന് അവൾ ചോദിച്ചപ്പോൾ ആരൊക്കെ പോയാലും കമ്പനിക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. ഇക്കാര്യം തൽക്കാലം മറ്റാരോട് പറയരുതെന്ന് പറയുന്നു. നാൻസിങ് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. കുട്ടികളെ പോലെ ഇങ്ങനെ ഇത് കരയുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു.
താൻ ഒരു മനുഷ്യനല്ല, ഒരു നോവലിലെ വെറും ഒരു ക്യാരക്ടറാണെന്ന് തിരിച്ചറിഞ്ഞ ഷാവതി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു വിധത്തിൽ മുറിയിലെത്തി അവൻ ലൈറ്റ് പോലും ഇടാതെ വാതിൽക്കൽ തന്നെ കുത്തിയിരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇത്രനാൾ സ്വന്തമാണെന്ന് കരുതിയത് വീടും നാടും ഒക്കെ വെറും സങ്കല്പം മാത്രമായിരുന്നു. എന്നെ വളർത്തിയ മാസ്റ്ററും ഇത്രയും കാലം ജീവിച്ച ഹീൻ പാലസും ഒന്നും സത്യമല്ലേ എന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് വിഷമത്തോടെ ചിന്തിക്കുന്നു. ഓഫീസിൽ നിന്ന് തിരികെത്തി നാൻസി അവൻ്റെ വാതിലിൽ മുട്ടി കുറേ തവണ വിളിക്കുന്നുണ്ട്. അവൻ അവിടെ ഇരുന്ന് അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കുന്നില്ല. അവസാനം അവൾ നിരാശയോടെ മുറിയിലേക്ക് പോകുന്നു. നിന്നെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയില്ല എന്ന് അവൻ അവിടെ ഇരുന്ന് വിചാരിക്കുന്നുണ്ട്. അവൾ പോയി എന്ന് ഉറപ്പായപ്പോൾ അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് എവിടെയോ പോകുന്നു. നാൻസി കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങുന്ന കണ്ട് അമ്മ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഒരാൾ തന്നാണെന്ന് അവൾ പറഞ്ഞപ്പോൾ നമുക്ക് ഡിന്നറിനൊപ്പം ഡെസേർട്ടായി കഴിക്കാമെന്ന് അമ്മ പറഞ്ഞെങ്കിലും കഴിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. അതെന്താ, നീ എൻ്റെ സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ, പിന്നെ ഞാൻ നിൻ്റെ സാധനങ്ങൾ കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് നമ്മൾ കുട്ടികളെപ്പോലെ ചോദിക്കുന്നു. ഇത് എനിക്കും കഴിക്കാൻ പറ്റില്ല എന്നവൾ പറഞ്ഞപ്പോൾ എങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മ ഭക്ഷണം എടുത്ത് വെക്കാൻ പോകുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നാൻസിയും പുറത്തേക്ക് പോകുന്നു. ഷാബാദി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നതിനാൽ അവൾ താഴെ ചെന്ന് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പുറത്തു പോയി മടങ്ങി വന്നവൻ അവൾ അവിടെ നിൽക്കുന്ന ദൂരെ നിന്ന് കാണുന്നു. പക്ഷെ അവളെ ഫേസ് ചെയ്യാൻ വയത്തുകൊണ്ട് അവളുടെ കണ്ണിൽപ്പെടാതെ അവൻ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ മുറിയിൽ ചെന്നിരുന്നിട്ടും അവന് സമാധാനം കിട്ടുന്നില്ല. ഞാൻ മനഃപൂർവ്വം അവളെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ല, എനിക്കിപ്പോൾ അവളെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി നിൽക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അധിക സമയം അങ്ങനെ കണ്ടില്ലെന്നടിച്ചിരിക്കാൻ അവന് കഴിയുന്നില്ല. അവനെഴുന്നിട്ട് ബാൽക്കണിയിൽ ചെന്ന് നിന്ന് അവളെ നോക്കുന്നു. നാൻസി ആ സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരാളുടെ മുഖംമൂടി വാങ്ങി മുഖത്ത് വെച്ചിരുന്നു. തിരികെ പോകാനായി അവർ അത് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കുറച്ച് സമയം കൂടി കഴിഞ്ഞ് തന്നാൽ മതിയെന്ന് ചോദിക്കുന്നു. അത് കേട്ടുകൊണ്ട് കുട്ടികളെ വിളിക്കാൻ വന്ന ആൻറ്റി അവളുടെ അടുത്തേക്ക് ചെന്ന് ആരെയാണ് നാൻസിങ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഷാവതി അവിടെ എത്തുന്നു. അവനെക്കാളും നാൻസിങ് സന്തോഷത്തോടെ അവനെ വിളിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച ചിന്നുവിന് കൊറിയമാലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.